ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം ലോകത്തെ വിഴുങ്ങുകയും ചെയ്യുന്ന ഓരോ കാലഘട്ടത്തിലും താൻ അവതരിക്കുമെന്ന് ഭഗവാൻ ഗീതയിൽ അരുളി ചെയ്തിട്ടുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതിൽ സ്ഥിതി അഥവാ ലോകത്തെ നിലനിർത്തുക എന്നത് മഹാവിഷ്ണുവിന്റെ കടമയാണ്. ആ കടമ നിറവേറ്റാൻ യുഗങ്ങൾ തോറും ഭഗവാൻ പല രൂപങ്ങൾ സ്വീകരിച്ചു. മത്സ്യം മുതൽ മനുഷ്യൻ വരെ, പിന്നീട് ദൈവതുല്യനായ മനുഷ്യനിലേക്കും അവസാനം സംഹാരമൂർത്തിയിലേക്കും വളരുന്ന ജീവന്റെ പരിണാമം കൂടിയാണ് ദശാവതാരങ്ങൾ. ഇന്ന് എപ്പിക്രോണിക്സിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് ആ 10 അവതാര കഥകളിലൂടെയാണ്. സത്യയുഗത്തിൽ തുടങ്ങി കലിയുഗത്തിൽ അവസാനിക്കുന്ന മഹാവിഷ്ണുവിന്റെ ഇതിഹാസയാത്ര. മത്സ്യാവതാരം. കഥ തുടങ്ങുന്നത് ഒരു കൽപ്പാന്തകാലത്താണ്. ബ്രഹ്മ ഉറങ്ങുന്ന സമയം അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് വേദങ്ങൾ പുറത്തേക്കു വന്നു. ഇത് തക്കം പാർത്ത് ഹയഗ്രീവൻ എന്ന അസുരൻ വേദങ്ങളെ മോഷ്ടിച്ച് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു. അറിവില്ലാതെ സൃഷ്ടി നടക്കില്ല. ലോകം അന്ധകാരത്തിലായി. അതേസമയം കൃതമാലാ നദിയിൽ സത്യവ്രതൻ അഥവാ വൈവസ്വത മനു എന്ന രാജാവ് സൂര്യന് അർഘ്യം സമർപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൈക്കുമ്പിളിൽ ഒരു ചെറിയ മീൻ വന്നുപെട്ടു. രാജാവ് അതിനെ വെള്ളത്തിലേക്ക് കളയാൻ തുനിഞ്ഞപ്പോൾ ആ മത്സ്യം മനുഷ്യശബ്ദത്തിൽ സംസാരിച്ചു. രാജാവേ, എന്നെ ഉപേക്ഷിക്കരുത്. വലിയ മീനുകൾ എന്നെ തിന്നാൻ കാത്തിരിക്കുന്നു. എന്നെ രക്ഷിക്കൂ. കരുണ തോന്നിയ രാജാവ് അതിനെ തന്റെ കമണ്ടലുവിലാക്കി. പക്ഷേ അത്ഭുതം! നിമിഷങ്ങൾക്കുള്ളിൽ മത്സ്യം വളർന്ന് കമണ്ടലുവിൽ കൊള്ളാതായി. രാജാവ് അതിനെ ഒരു കുടത്തിൽ മാറ്റി. അതും നിറഞ്ഞു. പിന്നെ കുളത്തിലും നദിയിലുമിട്ടു. ഒടുവിൽ ഗംഗാനദി പോലും പോരാതെ വന്നപ്പോൾ രാജാവ് അതിനെ സമുദ്രത്തിൽ നിക്ഷേപിച്ചു. അപ്പോൾ സമുദ്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭീമാകാരമായ മത്സ്യമായി അത് മാറി. സത്യവ്രതന് മനസ്സിലായി, ഇത് സാക്ഷാൽ വിഷ്ണുവാണെന്ന്. ഭഗവാൻ അരുളി ചെയ്തു, ഇന്നേ 7-ാം നാൾ ലോകം പ്രളയത്തിൽ മുങ്ങും. ആ സമയം ഞാനൊരു വലിയ തോണി അയക്കും. സപ്തർഷികളെയും ഔഷധങ്ങളെയും എല്ലാ ജീവജാലങ്ങളുടെയും വിത്തുകളെയും കൂട്ടി നീ ആ തോണിയിൽ കയറുക. 7-ാം നാൾ പ്രളയം വന്നു. ഭഗവാൻ പറഞ്ഞതുപോലെ ഒരു തോണി വരികയും കൂറ്റൻ കൊമ്പുള്ള മത്സ്യമായി ഭഗവാൻ അവതരിക്കുകയും ചെയ്തു. വാസുകി എന്ന സർപ്പത്തെ കയറാക്കി തോണിയെ തന്റെ കൊമ്പിൽ കെട്ടി ഭഗവാൻ പ്രളയജലത്തിലൂടെ നീങ്ങി. ഒടുവിൽ ഹയഗ്രീവനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുത്തു. അറിവിനെ സംരക്ഷിച്ച ആദ്യ അവതാരം. കൂർമാവതാരം. ഒരിക്കൽ ദുർവാസാവ് മഹർഷിയുടെ ശാപം കാരണം ദേവന്മാർക്ക് ജരയും നരയും ബാധിച്ച് ശക്തി നഷ്ടപ്പെട്ടു. അസുരന്മാർ ലോകം കൈയടക്കി. ഇതിനൊരേ ഒരു പരിഹാരം പാലാഴി കടഞ്ഞ് അമൃതമെടുക്കുക എന്നതായിരുന്നു. പക്ഷേ അതിന് അസുരന്മാരുടെ സഹായം വേണം. അമൃതം കിട്ടിയാൽ പങ്കിടാമെന്ന വ്യവസ്ഥയിൽ മന്ദരപർവ്വതത്തെ കടക്കോലായും വാസുകിയെ കയറായും ഉപയോഗിച്ച് പാലാഴി മഥനം തുടങ്ങി. പക്ഷേ സമുദ്രത്തിന്റെ അടിത്തട്ട് ഉറപ്പില്ലായിരുന്നു. ഭാരം കാരണം മന്ദരപർവ്വതം താഴാൻ തുടങ്ങി. സർവ്വതും പരാജയപ്പെടും എന്ന അവസ്ഥ. അപ്പോഴാണ് മഹാവിഷ്ണു കൂർമ്മം അഥവാ ഭീമാകാരമായ ആമയുടെ രൂപമെടുത്തത്. ലക്ഷക്കണക്കിന് യോജന വിസ്താരമുള്ള തന്റെ പുറന്തോടിൽ ഭഗവാൻ ആ പർവ്വതത്തെ താങ്ങി നിർത്തി. മഥനം തുടർന്നു. ആദ്യം വന്നത് ലോകത്തെ നശിപ്പിക്കുന്ന ഹാലാഹല വിഷമാണ്. അത് ശിവൻ പാനം ചെയ്തു. പിന്നീട് കാമധേനു, ഐരാവതം, ഉച്ഛൈശ്രവസ് തുടങ്ങിയ അമൂല്യ വസ്തുക്കളും സാക്ഷാൽ മഹാലക്ഷ്മിയും ഉയർന്നുവന്നു. അവസാനം അമൃതകുംഭവുമായി ധന്വന്തരിമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് അസുരന്മാർ അമൃതം തട്ടിയെടുത്തപ്പോൾ മോഹിനി രൂപത്തിൽ വന്ന ഭഗവാൻ അത് ദേവന്മാർക്ക് മാത്രമായി നൽകി അവരെ അമരന്മാരാക്കി. വരാഹാവതാരം. കശ്യപ പ്രജാപതിക്ക് ദിതിയിലുണ്ടായ അസുരപുത്രനായിരുന്നു ഹിരണ്യാക്ഷൻ. ബ്രഹ്മാവിന്റെ വരം കിട്ടിയ അഹങ്കാരത്തിൽ അവൻ ഭൂമിദേവിയെ തട്ടിക്കൊണ്ടുപോയി പാതാളത്തിലെ ചെളിയിൽ ഒളിപ്പിച്ചു. ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്ന് ഒരു ചെറിയ വരാഹക്കുഞ്ഞ് പുറത്തുവന്നു. നോക്കി നിൽക്കെ അത് പർവ്വതത്തോളം വലുതായി. മേഘങ്ങളെപ്പോലെ ഗർജിച്ചുകൊണ്ട് ആ വരാഹം സമുദ്രത്തിലേക്ക് എടുത്തുചാടി. മണം പിടിച്ച് ഭൂമിയെ കണ്ടെത്തിയ വരാഹമൂർത്തിയെ ഹിരണ്യാക്ഷൻ തടഞ്ഞു. ഗദയുമായി അവൻ ഭഗവാനെ വെല്ലുവിളിച്ചു. ആ യുദ്ധം 1000 വർഷം നീണ്ടുനിന്നു എന്നാണ് പുരാണം. ഒടുവിൽ ഹിരണ്യാക്ഷന്റെ ചെവിക്കല്ലിലടിച്ച് ഭഗവാൻ അവനെ വധിച്ചു. തന്റെ കൂർത്ത കൊമ്പുകളിൽ ഭൂമിദേവിയെ താങ്ങി സമുദ്രത്തിന് മുകളിലേക്ക് കൊണ്ടുവന്ന് പ്രപഞ്ചത്തിൽ പുനഃസ്ഥാപിച്ചു.
നരസിംഹാവതാരം. ഹിരണ്യാക്ഷന്റെ മരണം അവന്റെ സഹോദരൻ ഹിരണ്യകശിപുവിനെ വല്ലാതെ നോവിച്ചു. അവൻ ഘോര തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്നൊരു വരം നേടി. മനുഷ്യനോ മൃഗമോ, പകലോ രാത്രിയോ, ആകാശത്തോ ഭൂമിയിലോ, വീടിനകത്തോ പുറത്തോ, ആയുധങ്ങൾ കൊണ്ടോ എന്നെ കൊല്ലാൻ കഴിയില്ല. അങ്ങനെ അവൻ 3 ലോകങ്ങളും കീഴടക്കി. എന്നാൽ അവന്റെ മകൻ പ്രഹ്ലാദൻ തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്നു. അച്ഛന്റെ ഭീഷണികൾക്കും പീഡനങ്ങൾക്കും മുന്നിൽ അവൻ വിഷ്ണുനാമം ജപിച്ചു നിന്നു. വിഷം കൊടുത്തും പാമ്പിനെ വിട്ടും ആനയെക്കൊണ്ട് ചവിട്ടിച്ചും നോക്കി. പക്ഷേ വിഷ്ണു പ്രഹ്ലാദനെ രക്ഷിച്ചു. ക്ഷമ നശിച്ച ഹിരണ്യകശിപു ചോദിച്ചു, എടാ അഹങ്കാരി, നിന്റെ ഈ വിഷ്ണുവെവിടെ? ഈ തൂണിലുണ്ടോ അവൻ? പ്രഹ്ലാദൻ പറഞ്ഞു, തൂണിലും തുരുമ്പിലും എന്റെ ഭഗവാനുണ്ട്. കോപത്തോടെ ഹിരണ്യകശിപു ആ തൂണിൽ ഗദ കൊണ്ടടിച്ചു. പ്രപഞ്ചം നടങ്ങുന്ന ഗർജനത്തോടെ തൂണ് പിളർന്നു. പുറത്തു വന്നത് നരസിംഹമായിരുന്നു. ഉടൽ മനുഷ്യന്റെ, തല സിംഹത്തിന്റെ, കണ്ണുകൾ തീക്കനൽ പോലെ. സമയം സന്ധിയായിരുന്നു, പകലും രാത്രിയുമില്ല. ഭഗവാൻ അവനെ പിടിച്ചുയർത്തി കൊട്ടാരത്തിന്റെ വാതിൽപ്പടിയിലിരുന്നു. അകത്തുമല്ല പുറത്തുമല്ല. അവനെ മടിയിൽ കിടത്തി. ഭൂമിയുമല്ല ആകാശവുമല്ല. തന്റെ വജ്രനഖങ്ങൾ കൊണ്ട് ആയുധമല്ല. ഹിരണ്യകശിപുവിന്റെ മാറു പിളർന്നു. ദേവന്മാർ പോലും ഭയന്നു വിറച്ച ആ ഉഗ്രരൂപത്തെ ശാന്തമാക്കാൻ പ്രഹ്ലാദന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ. വാമനാവതാരം. പ്രഹ്ലാദന്റെ കൊച്ചുമകനായ മഹാബലി അസുരനാണെങ്കിലും നീതിമാനായിരുന്നു. അദ്ദേഹം സ്വർഗം കീഴടക്കി ഇന്ദ്രനെ പുറത്താക്കി. അദിതി ദേവിയുടെ പ്രാർത്ഥന കേട്ട് വിഷ്ണു വാമനനായി ജനിച്ചു. മഹാബലി നടത്തുന്ന യാഗശാലയിൽ ഒരു ചെറിയ ബ്രാഹ്മണ ബാലനായി ഭഗവാനെത്തി. മഹാബലി എന്തു വേണമെങ്കിലും ചോദിക്കാൻ പറഞ്ഞു. വാമനൻ ആവശ്യപ്പെട്ടത് 3 അടി മണ്ണു മാത്രം. അസുരഗുരു ശുക്രാചാര്യർക്ക് ചതി മനസ്സിലായി. അദ്ദേഹം കിണ്ടിയിലെ വെള്ളം വരുന്ന ദ്വാരത്തിൽ വണ്ടായിരുന്ന തടസ്സം സൃഷ്ടിച്ചു, വാക്കുകൊടുക്കുന്നത് തടയാൻ. പക്ഷേ ദർഭപ്പുല്ലുകൊണ്ട് വാമനൻ ആ തടസ്സം നീക്കി. വാക്ക് കിട്ടിയതും വാമനൻ വളർന്നു. ആകാശം മുട്ടെ വളർന്ന ത്രിവിക്രമരൂപം. ഒരടികൊണ്ട് ഭൂമി അളന്നു. 2ാമത്തെ അടികൊണ്ട് ആകാശവും സ്വർഗവും അളന്നു. 3ാമത്തെ അടിക്ക് സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി പറഞ്ഞു, പ്രഭു, അവിടത്തെ തൃപ്പാദം എന്റെ ശിരസിൽ വെച്ചാലും. സത്യസന്ധനായ മഹാബലിയെ ഭഗവാൻ അനുഗ്രഹിച്ച് സുതലത്തിലേക്കയച്ചു. കൂടാതെ വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാനുള്ള അനുവാദവും നൽകി. അതാണ് നമ്മുടെ ഓണം. പരശുരാമൻ. ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും മകനായി ഭാർഗവരാമൻ ജനിച്ചു. ശിവനെ തപസ് ചെയ്ത് പരശു അഥവാ മഴു നേടിയതുകൊണ്ട് പരശുരാമൻ എന്നറിയപ്പെട്ടു. അക്കാലത്ത് ക്ഷത്രിയ രാജാക്കന്മാർ അഹങ്കാരികളായി മാറി. കാർത്തവീര്യാർജുനൻ എന്ന രാജാവ് ജമദഗ്നിയുടെ ആശ്രമത്തിലെ കാമധേനുവിനെ മോഷ്ടിക്കുകയും പിന്നീട് ജമദഗ്നിയെ വധിക്കുകയും ചെയ്തു. അച്ഛന്റെ മൃതശരീരത്തിൽ തൊട്ട് പരശുരാമൻ പ്രതിജ്ഞയെടുത്തു, ഈ ക്ഷത്രിയ കുലത്തെ ഞാൻ ഉന്മൂലനം ചെയ്യും. 21 തവണ അദ്ദേഹം ലോകം ചുറ്റി അഹങ്കാരികളായ രാജാക്കന്മാരെ കൊന്നൊടുക്കി. അവരുടെ രക്തം കൊണ്ട് ശമന്ത പഞ്ചകം എന്ന കുളം തീർത്തു. അവസാനം തന്റെ പാപപരിഹാരത്തിനായി അദ്ദേഹം നേടിയ ഭൂമി മുഴുവൻ കശ്യപന് ദാനം ചെയ്തു. സ്വന്തമായി ഇരിക്കാനൊരിടമെന്നായി തന്റെ മഴു കടലിലേക്കെറിഞ്ഞു. മഴു വീണയിടം കടൽ മാറി കരയായി. അതാണ് പരശുരാമക്ഷേത്രമായ കേരളം. ശ്രീരാമൻ ദശരഥന്റെ മകനായി അയോധ്യയിൽ ജനിച്ചു. പിതാവിന്റെ വാക്കുപാലിക്കാൻ 14 വർഷം വനവാസം തിരഞ്ഞെടുത്തു. വനത്തിൽ വെച്ച് ശൂർപ്പണഖയുടെ മൂക്കറുത്തതും പ്രതികാരമായി രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതും ചരിത്രം. ശക്തിയും മായയുമുള്ള രാവണനെതിരെ പൊരുതാൻ രാമനുണ്ടായിരുന്നത് വാനരപ്പട മാത്രമാണ്. രാമനൊരു ദൈവമായിട്ടല്ല, ഒരു മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. വേദനയും വേർപാടും ധർമ്മസങ്കടങ്ങളും അനുഭവിച്ചു. ഒടുവിൽ രാവണനെ വധിച്ച് അധർമ്മത്തെ നീക്കി. ഏകപത്നീവ്രതവും സത്യവാക്കും പാലിച്ച രാമൻ മര്യാദാ പുരുഷോത്തമനായി. ശ്രീകൃഷ്ണൻ. ദ്വാപരയുഗത്തിൽ ഭൂമിഭാരം കുറയ്ക്കാൻ വിഷ്ണു സമ്പൂർണ്ണ അവതാരമായി കൃഷ്ണൻ എന്ന പേരിൽ വന്നു. മധുരയിലെ കാരാഗൃഹത്തിൽ വസുദേവരുടെയും ദേവകിയുടെയും 8ാമത്തെ പുത്രനായി ജനനം. അമ്പാടിയിൽ വെണ്ണകട്ടും ഗോപികമാരോട് കളിച്ചും കാളിയനെ മർദ്ദിച്ചും ഗോവർദ്ധന പർവ്വതം കുടയായി പിടിച്ചും ലീലകളാടി. എന്നാൽ കൃഷ്ണന്റെ യഥാർത്ഥ ലക്ഷ്യം കുരുക്ഷേത്രത്തിലായിരുന്നു. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിൽ
ആയുധമെടുക്കാതെ അർജുനന്റെ തേരാളിയായി ഭഗവാൻ നിന്നു. അവിടെ വെച്ച് ഭഗവാൻ ലോകത്തിന് നൽകിയ സമ്മാനമാണ് ഭഗവദ്ഗീത. നീ കർമ്മം ചെയ്യുക, ഫലം എനിക്ക് വിടുക. അധർമ്മികളായ കൗരവരെയും ദുഷ്ടരാജാക്കന്മാരെയും ഭീമ അർജുനന്മാരെ കൊണ്ട് വധിപ്പിച്ച് ഭഗവാൻ ധർമ്മം പുനഃസ്ഥാപിച്ചു. ശ്രീകൃഷ്ണന് ശേഷം വരുന്ന അവതാരത്തെക്കുറിച്ച് പുരാണങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചിലർ ശ്രീബുദ്ധനെ 9ാം അവതാരമായി കാണുമ്പോൾ മറ്റു ചിലർ അത് കൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമനാണെന്ന് വിശ്വസിക്കുന്നു. അനന്തന്റെ അവതാരമായ കലപ്പയായുധമാക്കിയ ബലരാമൻ. കൃഷ്ണന്റെ ജ്യേഷ്ഠനായി അനന്തന്റെ അവതാരമായാണ് ബലരാമൻ ജനിച്ചത്. വെളുത്ത നിറവും നീലവസ്ത്രവും ധരിച്ച ബലരാമന്റെ ആയുധം കലപ്പയായിരുന്നു. ബാല്യത്തിൽ കൃഷ്ണനൊപ്പം വൃന്ദാവനത്തിലെ രാക്ഷസന്മാരെ വധിക്കാൻ ബലരാമനും കൂട്ടുനിന്നു. പ്രലംബാസുരൻ എന്ന അസുരനെ തന്റെ മുഷ്ടി ചുരുട്ടി ഒരൊറ്റ ഇടിക്ക് അവൻ കൊലപ്പെടുത്തി. കുരുക്ഷേത്ര യുദ്ധത്തിൽ ആരുടെ പക്ഷം പിടിക്കണമെന്ന ധർമ്മസങ്കടത്തിൽ അദ്ദേഹം തീർത്ഥാടനത്തിന് പോയി. ഭീമനും ദുര്യോധനനും ഗദായുദ്ധം പഠിപ്പിച്ചത് ബലരാമനായിരുന്നു. ഒടുവിൽ യാദവ വംശം നശിച്ചപ്പോൾ ബലരാമൻ സമുദ്രതീരത്ത് ധ്യാനിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു വെളുത്ത സർപ്പം അഥവാ അനന്തൻ പുറത്തുവന്ന് സമുദ്രത്തിലേക്ക് മടങ്ങി. കാലം കടന്നുപോയപ്പോൾ വേദങ്ങളുടെ അർത്ഥം ജനങ്ങൾ മറന്നു. യാഗങ്ങളുടെ പേരിൽ മൃഗബലി വ്യാപകമായി. പുരോഹിതന്മാർ ജനങ്ങളെ ചൂഷണം ചെയ്തു. ഈ സമയത്താണ് ശുദ്ധോദന രാജാവിന്റെ മകനായി സിദ്ധാർത്ഥൻ ജനിക്കുന്നത്. ജീവിതത്തിലെ ദുഃഖങ്ങൾ കണ്ട് കൊട്ടാരമുപേക്ഷിച്ച് അദ്ദേഹം സത്യം തേടിയിറങ്ങി. ബോധിവൃക്ഷത്തിന് ചുവട്ടിൽ വെച്ച് ജ്ഞാനോദയം നേടി ബുദ്ധനായി. അഹിംസയാണ് പരമമായ ധർമ്മം എന്നദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അന്ധമായ ആചാരങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് നയിച്ചു. ഇനി സംഭവിക്കാനിരിക്കുന്നത് കലിയുഗത്തിൻ്റെ അന്ത്യം. ഇന്ന് നമ്മൾ കാണുന്ന അധർമ്മങ്ങൾ അതിൻ്റെ പാരമ്യത്തിലെത്തും. മനുഷ്യൻ്റെ ആയുസ് കുറയും. സത്യം പറയുന്നവൻ വിഡ്ഢിയാകും. ഭരണാധികാരികൾ തന്നെ ജനങ്ങളെ കൊള്ളയടിക്കും. അങ്ങനെ ധർമ്മം പൂർണ്ണമായും നശിക്കുമ്പോൾ ശമ്പല എന്ന ഗ്രാമത്തിൽ വിഷ്ണു യശസ്സിൻ്റെ മകനായി കൽക്കി ജനിക്കും. ചിരഞ്ജീവിയായ പരശുരാമൻ അദ്ദേഹത്തിന് ഗുരുവാകും. പരശുരാമൻ നൽകുന്ന ദിവ്യായുധങ്ങളും വിദ്യകളും നേടി ദേവദത്തം എന്ന വെളുത്ത കുതിരപ്പുറത്തേറി കൽക്കി വരും. കയ്യിൽ നന്ദകം എന്ന വാളുമായി ദുഷ്ടന്മാരെ മുഴുവൻ അപ്പാടെ നശിപ്പിച്ച് കലിയുഗത്തെ അവസാനിപ്പിക്കും. അതോടെ വീണ്ടും ഒരു സത്യയുഗം ഉദയം ചെയ്യും. പ്രളയത്തിൽ തുടങ്ങി പ്രളയത്തിൽ അവസാനിക്കുന്ന ഒരു വലിയ ചക്രം. നമ്മുടെ ഉള്ളിലും ഈ ദശാവതാരങ്ങളുണ്ട്. മൃഗവാസനയിൽ നിന്ന് മത്സ്യം, കൂർമ്മം, വരാഹം എന്നിങ്ങനെ പതുക്കെ മനുഷ്യനിലേക്കും ഒടുവിൽ ദൈവീകതയിലേക്കും നമ്മൾ വളരണം.